പക്ഷേ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിന് ജെപിസിയുടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന് പിന്നാലെ നിരവധി എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് നിരവധി വഖഫ് ബോർഡുകളാണ് രംഗത്ത് വരുന്നത്. പ്രധാനമായിട്ടും കേരള വഖഫ് ബോർഡ്. 44 പ്രതിപക്ഷ നിർദ്ദേശങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ അംഗീകാരമൊക്കെ നൽകിയിരിക്കുന്നത് ജെപിസി. പ്രധാനമായിട്ടും ഈ കേരള വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അവര് മുമ്പോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? അപ്പോൾ ജെപിസി റിപ്പോർട്ടിൽ വിവിധ സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിയോജിപ്പുകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ അതിനെപ്പറ്റിയൊരു കുറച്ച് വിവരണം കൊടുത്തിട്ടുണ്ട്. അതിൽ കേരള വഖഫ് ബോർഡിൻ്റെ പ്രധാനമായിട്ടുള്ള എതിർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്ര വഖഫ് കൗൺസിലുണ്ട്, അതേപോലെ സ്റ്റേറ്റ് വഖഫ് ബോർഡുണ്ട്. ഇതിലൊക്കെ 2 പേരെങ്കിലും നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം എന്നൊരു കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി കേരള വഖഫ് ബോർഡിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യാനായിട്ട് പാർലമെൻറ്റിന് കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പാർലമെൻറ്റ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26 ആൻഡ് ആർട്ടിക്കിൾ 14 ഇതിനെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പറയുന്നത്. മാത്രമല്ല ബീഹാർ വഖഫ് ബോർഡും ഇതേപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള, കർണാടക, അതേപോലെ തമിഴ്നാട്, പിന്നെ UP ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു നിയമമുണ്ട്. അവരുടെ നിയമം അനുസരിച്ച് ഹിന്ദുക്കൾക്ക് താല്പര്യമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുമായിട്ട് ഹിന്ദുക്കൾക്ക് താല്പര്യം അല്ലെങ്കിൽ അവകാശമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ ഹിന്ദു മത നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൽ ഹിന്ദു മെമ്പേഴ്സ് തന്നെയായിരിക്കണം തീരുമാനം എടുക്കുന്നത്. മറ്റു മതക്കാർ അതിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് ബോർഡ് മുസ്ലിംസിൻ്റെ ആണ്, മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ ഇതിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ മെമ്പേഴ്സ് ആകാനോ ഒക്കെ ശ്രമിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് കേരള വഖഫ് ബോർഡിൻ്റെ ഒരു ചോദ്യം. അതായത് ഹിന്ദു മതപരമായ സ്വത്തുക്കളുടെ മേൽനോട്ടത്തിന് ഹിന്ദു മെമ്പേഴ്സ് തന്നെയാണ് വേണ്ടതെന്ന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് UP അവിടെ നിയമമുള്ളപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വഖഫ് ബോർഡിലും മുസ്ലിം മാത്രം മതിയല്ലോ, എന്തിനാണ് വേറെ മതത്തിൽ നിന്നുള്ള ആൾക്കാർ വരുന്നത് എന്നാണ് അവരുടെ ഒരു ആശങ്ക. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു മുമ്പ്. വഖഫ് ബൈ യൂസർ ആ വ്യവസ്ഥ ഒഴിവാക്കി കളയുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് അഗൻസ്റ്റ് ദി കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദി കൺട്രി. ഇത്രയും നാൾ ചെയ്തിരുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്ഥലം മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാടകയ്ക്കൊക്കെ എടുത്തിട്ടായിരിക്കും കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ വഖഫ് ചെയ്തെടുക്കും. അപ്പം അതിന് തടസ്സമില്ലായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പോൾ അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അത് ശരിയാകില്ല എന്നാണ് കേരള വഖഫ് ബോർഡിൻ്റെ വേറെ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരുന്നതിന് ശേഷമേ എന്തെങ്കിലും വഖഫ് ബോർഡിന് കൊടുക്കാവൂ അല്ലെങ്കിൽ വഖഫ് ചെയ്ത് കൊടുക്കാവൂ. 5 വർഷം കഴിയണം. അപ്പം ഇതും കേരള വഖഫ് ബോർഡിന് സ്വീകാര്യമായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും പെട്ടെന്ന് തോന്നാണ് വഖഫ് ബോർഡിന് എന്തെങ്കിലും കൊടുക്കണം എന്നൊരു ചിന്ത, ഒരു ഉൾവിളി വന്നു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോഴത്തെ ഇതനുസരിച്ച് കാര്യമില്ല. വഖഫ് ബോർഡിന് കൊടുക്കണം എന്ന് തോന്നുന്ന ആൾ കൊടുത്തോട്ടെ, അതിന് നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? 5 വർഷം മുസ്ലിം ആയിരിക്കണം എന്നൊക്കെ ഇൻസിസ്റ്റ് ചെയ്യണം എന്തിനാണ്? ഹിന്ദു ആയ ആൾക്കും കൊടുത്തോട്ടെ എന്നാണ് വഖഫ് ബോർഡിൻ്റെ കേരള വഖഫ് ബോർഡിൻ്റെ വേറെ ഒരു ആർഗ്യുമെന്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിനെ എടുക്കുന്ന രീതി അവസാനിപ്പിക്കണം. അത് സെൻട്രൽ കൗൺസിൽ, വഖഫ് കൗൺസിലായാലും സ്റ്റേറ്റ് വഖഫ് ബോർഡിലായാലും നോമിനേറ്റ് ചെയ്ത് എല്ലാവരെയും വെക്കുന്ന ആ ഒരു രീതിയോട് യോജിക്കാൻ പറ്റില്ല. അത് ഇലക്ഷനിലൂടെ നേടിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ അവർക്കുള്ള മറ്റൊരു എതിർപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കളക്ടർമാരാണ് ഇനി തൊട്ട് വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഈ കളക്ടർമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. അവർക്കാണെങ്കിൽ ഒരു സിനിമ കാണാൻ പോകാൻ നേരമില്ല, വീട്ടിൽ അധികം സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, അവർ 24 hours ബിസി ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിൻ്റെ ഒരു കാര്യവും ടൈം ബൗണ്ടായിട്ട് സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് കഴിയില്ല. അപ്പം അതുകൊണ്ട് അതും വേണ്ടെന്ന് പറയണം. കളക്ടറൊന്നും വേണ്ട, കളക്ടറുടെ ജോലി ചെയ്തോട്ടെ, നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്നുള്ളതാണ് കേരള വഖഫ് ബോർഡിൻ്റെ ഒരു ഐഡിയ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ആർട്ടിക്കിൾ 40. അപ്പം അതിൽ ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണോ
അല്ലയോ എന്ന് തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിന് അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ 40 ഉണ്ട്. ആ ആർട്ടിക്കിൾ 40 ഇപ്പോൾ എടുത്ത് കളയാൻ പോവാണ്. അത് ശരിയാവില്ല എന്നാണ് കേരള വഖഫ് ബോർഡിൻ്റെ തീരുമാനം. അല്ലെങ്കിൽ അവരുടെ ഒരു വിയോജിപ്പ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ്. കാരണം ആർട്ടിക്കിൾ 40 അനുസരിച്ച് ഒരു പ്രോപ്പർട്ടി വഖഫ് ബോർഡിൻ്റെ ആണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് ബോർഡിന് അവകാശമുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വഖഫിൻ്റെ ട്രിബ്യൂണലുണ്ട്, അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ വഖഫ് ട്രിബ്യൂണലിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും മുസ്ലിംസാണ്, അവരാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ആ 40 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇപ്പോൾ റദ്ദ് ചെയ്യുകയാണ്. അത് റദ്ദ് ചെയ്യുന്നതിനോടും കേരള വഖഫ് ബോർഡിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള സ്റ്റേറ്റിൽ വഖഫ് സ്വത്തുക്കളുടെ ഒരു സ്റ്റേറ്റ് ഡേറ്റാ ബേസ് ഉണ്ട്. എന്തെങ്കിലും വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേരളത്തിലെ സ്റ്റേറ്റിലെ ഡാറ്റാബേസ് ഉപയോഗിച്ചാൽ മതി. കേന്ദ്ര പോർട്ടലുണ്ടതിന്. കേന്ദ്ര പോർട്ടൽ വേണ്ട, കേന്ദ്രം പോയി വേറെ പണി നോക്ക് എന്നുള്ളതാണ് കേരള വഖഫ് ബോർഡിൻ്റെ സ്റ്റാൻഡ്. ഞങ്ങൾക്ക് ഇവിടെ നമ്പർ 1 കേരളമുണ്ട്. ആ കേരളത്തിൻ്റെതായ ഡേറ്റാബേസ് ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. കേന്ദ്രത്തിൻ്റെ പോർട്ടലൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. പിന്നെ ഒരു പോയിന്റ് കൂടി പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വഖഫ് നിയമത്തിൻ്റെ പേര്, അതിനി വേറെ പേരൊന്നും ഇടാൻ പോകണ്ട. നിങ്ങളുടേതായ പേര് കൊണ്ടുവന്നതിന് കൊടുക്കണ്ട, ഞങ്ങളിട്ടിരിക്കുന്ന പേര് തന്നെ മതി. അതിലിനി മാറ്റമൊന്നും വേണ്ട. അതാണ് മറ്റൊരു പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കേരള വഖഫ് ബോർഡിൻ്റെ എതിർപ്പുകൾ അല്ലെങ്കിൽ വിയോജിപ്പുകളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ JPC റിപ്പോർട്ടിൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ഈ 2 മെമ്പേഴ്സ് നോൺ മുസ്ലിംസ് ആയിരിക്കണം എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത്, അതായത് ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടി, ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഹിന്ദു മെമ്പേഴ്സ് മാത്രം മതി, വേറെ ആൾക്കാർ വേണ്ടെന്ന് പറയുന്നുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെയാണ്. അപ്പോൾ മുസ്ലിംസ് തന്നെ ചെയ്താൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത്. മാസങ്ങളോളം അത് ചർച്ച ചെയ്തതാണ്. അവിടുന്ന് കുടിയിറക്കപ്പെടും നിരവധി ആളുകൾ എന്നതായിരുന്നു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ആശങ്ക. കാരണം ഫറൂഖ് കോളേജിന് കൊടുത്ത ആ ഭൂമി മുനമ്പത്തുള്ള ഭൂമി ആയിരുന്നു എന്നുള്ളതായിരുന്നല്ലോ പ്രധാനപ്പെട്ടൊരു വാദം എന്ന് പറയുന്നത്. ഫറൂഖ് കോളേജ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മുൻപോട്ട് വന്ന് പറയുകയൊക്കെ ചെയ്യുണ്ടായി. വളരെ വൈകി നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷത്തിനോടൊപ്പം ഭരണപക്ഷത്തിനൊക്കെ അവർക്ക് അനുകൂലമായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു നിലപാടെടുക്കാനൊക്കെ വളരെ വൈകി. അവിടെ പ്രധാനപ്പെട്ടിട്ടും ആ ഒരു സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തതും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയതൊക്കെ BJP ആണ്. ഈ മുനമ്പത്തുകാരെ ഈ ഇപ്പം പുതിയ വന്ന ഇതെങ്ങനെയാണ് അവരെ ഗുണകരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അല്ല, മുനമ്പത്തെ ഒക്കെ ഇനിയിപ്പോൾ ഈ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് പറയുന്നതൊക്കെ ഓൺലി അവർക്കിങ്ങനെ പറഞ്ഞ് സന്തോഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നോബഡി ഈസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഇൻ ടു കൺസിഡറേഷൻ. കേന്ദ്രം ഇതിൽ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാൻ പോകുന്നില്ല. പിന്നെ ഈ 2 മെമ്പേഴ്സ് നോൺ മുസ്ലിം വേണം എന്ന് പറയുമ്പോൾ ഹിന്ദു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇതില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രോപ്പർട്ടിയാണ്. ഈ വഖഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ പ്രോപ്പർട്ടി ആണെന്നുള്ളതൊരു പ്രശ്നം വരും. ഇപ്പോൾ മുനമ്പത്തെ പ്രോപ്പർട്ടി ഉണ്ട്, മുനമ്പം പ്രോപ്പർട്ടി, അതിനെപ്പറ്റി മുസ്ലിം മെമ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വിക്ടിംസ് 610 കുടുംബങ്ങൾ ക്രിസ്ത്യനാണ്, പിന്നെ കുറേ പേര് ഹിന്ദുക്കളാണ്. പിന്നെ അവിടെയാണെങ്കിൽ ഒരു ഫാമിലിയോ മറ്റേ മുസ്ലിം ഫാമിലി ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് മുനമ്പം പ്രശ്നം കാണാൻ പറ്റും. അതാണ് ഒരു പ്രശ്നം. ഹിന്ദുക്കളുടെ മതപരമായ സ്വത്തുക്കൾ, അതിൽ ഹിന്ദുക്കൾ മതി എന്ന് പറയുന്നുണ്ട്. ആ ഹിന്ദു മതപരമായ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതപരമായ സ്വത്തുക്കളാണ്. പക്ഷെ ഇവിടെ മുനമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതപരമായ സ്വത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തമിഴ്നാട്ടില് തിരുച്ചെന്തൂർന്നോ ഏതാണ്ട് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഈ കുംഭമേള അടക്കം വഖഫിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ മുകേഷ് അംബാനിയുടെ വീട്, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിൽ. തീർച്ചയായിട്ടും വളരെ അപകടകരമാണ് ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത്. അതിന് എന്തായാലും അതിനൊരു ഭേദഗതി വേണം, അതിന് ഗുണകരമായിട്ടുള്ള ഒരു ഭേദഗതി വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം എന്ന് പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ 140 MLA പറയണത് നമ്മളിവിടെ വേണ്ടെന്നാണ്, നമ്മുടെ നിയമസഭയിലെ ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതാണ്. അതിപ്പോൾ നമ്മുടെ
നിയമസഭയിൽ അല്ല 140 140 പേരും പറഞ്ഞു എന്നുള്ളതാണ്. ഉം. അപ്പം അതേപോലെ അവിടെ DMKയുടെയും പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ലാലു പ്രസാദിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയൊക്കെ ആൾക്കാർ ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നവരുടെയൊക്കെ കേരള അസംബ്ലിയിൽ 140 മെമ്പേഴ്സിൻ്റെ അടക്കം താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ വോട്ട് ബാങ്ക് ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് സത്യം പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെ. അതുകൊണ്ടാണ് അവർ മിണ്ടാതെ ഇതൊക്കെ ചെയ്യുന്നത്.